ദേവനെ എഴുന്നള്ളിച്ച് വെച്ച് ഇന്നിവിടെ ഒരു അയ്യപ്പൻ തീയാട്ട് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അയ്യപ്പനെ അറിയിക്കുന്ന ഉച്ചപ്പാട്ട് എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം ഉച്ചപ്പാട്ട് കഴിച്ച സ്ഥലത്ത് കുരുത്തോല വിധാനങ്ങളൊക്കെ തൂക്കി ആ കുരുത്തോലയ്ക്ക് താഴെ 5 നിറം പ്രകൃതിദത്തമായ 5 നിറം പൊടികളെ കൊണ്ട് 5 നിറം എന്ന് പറഞ്ഞാൽ 4 നിറം കൊണ്ട് 5 നിറമാക്കിയെടുക്കുന്നതാണ്. 5 നിറം പൊടികളെ കൊണ്ട് അയ്യപ്പന്റെ രൂപം വരച്ചെടുക്കുന്നു. ആ രൂപം പല നിലയ്ക്ക് വരയ്ക്കാറുണ്ട്. അയ്യപ്പൻ അമ്പും വില്ലും പിടിച്ചു നിൽക്കുന്ന രൂപം വരയ്ക്കാറുണ്ട്. അയ്യപ്പൻ കുതിരയെ ചാരി നിൽക്കുന്ന രൂപം വരയ്ക്കാറുണ്ട്. അയ്യപ്പൻ പുലിയെ ചാരി നിൽക്കുന്ന രൂപം വരയ്ക്കാറുണ്ട്. ഇതല്ലാതെ ഇതെല്ലാം കൂടെ പ്രഭാമണ്ഡലത്തിനുള്ളിൽ നിൽക്കുന്ന രൂപമായിട്ടും വരയ്ക്കാറുണ്ട്. ഇതിനെല്ലാം ഉപരിയായി ഇവിടത്തെ പ്രതിഷ്ഠയ്ക്ക് സമാനമായ പ്രഭാസത്യകനോട് കൂടി 3 രൂപം കളമായിട്ടും കളം വരയ്ക്കാറുണ്ട്. അങ്ങനെ ആ കളം വരച്ചെടുത്ത് കളത്തിന് ചുറ്റും വെള്ളരി മുതലായ എല്ലാ അലങ്കാരങ്ങളും ഒരുക്കിയതിന് ശേഷം അയ്യപ്പന്റെ കൂത്ത് അവതരിപ്പിക്കുന്നു. കൂത്ത് കഴിഞ്ഞാൽ കൂത്തിന് ശേഷം ഒരു അലൽ നിവേദ്യം എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് നടത്തി കഴിഞ്ഞതിന് ശേഷം ദേവനെ മുല്ലക്കൽ പാട്ടിനായി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. മുല്ലക്കൽ പാട്ട് കഴിഞ്ഞ് കോമരത്തോടുകൂടി തിരിച്ചെഴുന്നള്ളി വന്ന് ഈടും കൂറും എന്ന നൃത്തം കഴിഞ്ഞ് കളപ്രദർശനം കഴിഞ്ഞതിന് ശേഷം അയ്യപ്പനെ വിസ്തരിച്ച് പൂജാരി പൂജ കൊടുക്കുന്നു. ആ പൂജയ്ക്ക് ശേഷം അയ്യപ്പനെ സ്തുതിക്കുന്ന ഏതാനും സ്തുതികൾ ചൊല്ലി സ്തുതിക്കുന്നു. ആ സ്തുതികൾ ചൊല്ലി അവസാനിക്കുന്ന സമയത്ത് കൂത്തിൽ അവതരിപ്പിച്ച അഭിനയിക്കുന്നതാണ് അയ്യപ്പൻ കൂത്ത്. അയ്യപ്പൻ കൂത്തില് അവതരിപ്പിക്കുന്ന കഥ പാലാഴി മദനത്തിന് ശേഷം പാലാഴി മദനത്തിലുണ്ടായ അമൃത് അസുരന്മാര് ദേവന്മാരിൽ നിന്ന് അസുരന്മാര് കട്ടുകൊണ്ടുപോയതിനു ശേഷം അസുരന്മാരിൽ നിന്ന് ആ അമൃത് വിഷ്ണു ഒരു മോഹിനി രൂപം എടുത്ത് അസുരന്മാരിൽ നിന്ന് കട്ടുകൊണ്ടുവന്ന് ദേവകൾക്ക് വിളമ്പി ഊട്ടി ദേവകളുടെ ജരാനരയും ദുഃഖങ്ങളും അവസാനിപ്പിച്ചു. അതിനുശേഷം പിന്നീടൊരിക്കൽ നല്ല ഹൈമവത ഭൂമിയിൽ വെച്ച് ശിവൻ വിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുന്നു, കേൾപ്പതായോ വിഷ്ണു, നീ പണ്ട് അസുരകളോട് അമൃത് കട്ടുകൊണ്ടുപോകുന്ന വേഷം എനിക്കൊന്ന് കാണണം, വീണ്ടും ഒന്നുകൂടി കാണണം എന്ന് പറയുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നു, കാണണ്ട, അത് കണ്ടാൽ അങ്ങക്ക് കാമപാരവശ്യമുണ്ടാവും, അത് കാണണ്ട, കാണാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞ് വിലക്കുന്നു. ആ വിലക്ക് അനുസരിക്കാതെ ശിവൻ നിർബന്ധിക്കുന്നു, എനിക്കത് കണ്ടേ മതിയാവൂ, എന്നെ നിയന്ത്രിക്കാൻ എനിക്കറിയാം, എനിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്കത് കണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. അതനുസരിച്ച് വിഷ്ണു ആ മോഹിനിയുടെ രൂപം ശിവന് കാണിച്ചു കൊടുക്കുന്നു. ശിവന് കാണിച്ചു കൊടുത്ത് ആ മോഹിനിയുടെ രൂപം കാണിച്ചു കൊടുക്കുമ്പോൾ മോഹിനിയുടെ വേഷം ധരിക്കുന്ന ഭാഗം, ശിവന്റെ മുൻപിൽ ചെന്നു നിന്ന് നൃത്തമാടുന്ന ഭാഗം, കുമ്മിയടിക്കുന്ന ഭാഗം, അങ്ങനെ മോഹിനിയുടെ സ്ത്രീചാബല്യങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് മോഹിനിയിൽ ആകൃഷ്ടനായി ശിവൻ മോഹിനിയെ ആലിംഗനം ചെയ്യുന്നു. ആ ആലിംഗനത്തിൽ നിന്ന് മോഹിനിക്ക് ദിവ്യഗർഭം ഉണ്ടാകുന്നു. ആ ദിവ്യഗർഭം സാധാരണ നിലയിൽ പ്രസവം സാധിക്കാത്തതുകൊണ്ട് എന്താണ് ഇനി ഞാൻ ഇതിന് എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് മോഹിനി ദുഃഖിക്കുന്നു. അപ്പോൾ ശിവൻ പറയുന്നു, ദുഃഖിക്കേണ്ട, ഞാൻ സൂത്രം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശിവന്റെ കയ്യിലുള്ള പരശുവെൺമഴു മോഹിനിക്ക് കൊടുക്കുന്നു. ഈ മഴു കൊണ്ട് മോഹിനിയുടെ വലത്തെ തുട കീറിയാൽ അതുവഴിക്ക് അയ്യപ്പൻ പൂജാതനാവും, അല്ലെങ്കിൽ അവതരിക്കും, അതോടെ കാര്യങ്ങളെല്ലാം അവസാനിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ മഴു മോഹിനിക്ക് കൊടുക്കുന്നു. ആ നിർദ്ദേശമനുസരിച്ച് മോഹിനി ആ മഴു കൊണ്ട് മോഹിനിയുടെ വലത്തെ തുട കീറി അയ്യപ്പൻ അവതരിക്കുന്നു, പൂജാതനാവുന്നു. അതിനുശേഷം അയ്യപ്പന്റെ ജാതകർമ്മം, നാമകരണം, അന്നപ്രാശനം, വിദ്യാഭ്യാസം മുതലായ എല്ലാ ചടങ്ങുകളും നിവർത്തിച്ച്
ആ മോഹിനി ശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പനെ ശിവന്റെ മുൻപിൽ ഏൽപ്പിച്ച് മോഹിനി അപ്രത്യക്ഷമാവുന്നു. ഇത്രയും ഭാഗമാണ് അയ്യപ്പൻ കൂത്തില് ഇന്നിവിടെ